circumstances, for this is God's will for you in Christ Jesus. Reverend Dr. E. Sabo Philip, Reverend Scaria John, Reverend Rona Cora, Reverend Thomas Reno Verghese, Yuvajana Sakhya office bearers, and my dear brothers and sisters. Greetings to you all in the name of Lord and Savior Jesus Christ. It is with great joy that I welcome each one of you to this youth convention hosted by Sharon Mathama Yuvajana Sakhya. To begin with, let me call upon Reverend Rona Cora, our youth chaplain, to lead us with opening prayer. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നൽകി തന്ന കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നിന്നയുടെ സ്തോത്രം കഴിയിട്ടുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് യുവജന സഖ്യമായി അങ്ങയുടെ സന്നിധിയിൽ സൂം പ്ലാറ്റ്ഫോമിൽ കൺവെൻഷനായി വന്നു ചേരുവാൻ ഈ നിമിഷം ഇടയാക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം കഴിയിട്ടുന്നു. കർത്താവേ, ദൈവമായ കർത്താവേ, ഞങ്ങളെ യുവജനങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഈ നാളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതായ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം കഴിയിട്ടുന്നു. നാഥാ, നേതൃത്വം നൽകുന്നതായ കർത്താവേ, സാബു അച്ഛനെയും സ്കറിയ ജോൺ അച്ഛനെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിന്റെ മക്കളിലൂടെ ലഭിക്കുന്നതായ ശുശ്രൂഷകളെ നീ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് സെഷന് നേതൃത്വം നൽകുന്നതായ അച്ഛനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാ, ദൈവിക നിയോഗത്തിൽ സംസാരിപ്പാൻ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമായ കർത്താവേ, ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഈ കൺവെൻഷനിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യന്തം അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ ഇടയാക്കണമെന്ന് സകലവും ഞങ്ങൾക്ക് നിശ്ചയിച്ചുനാഥ ധർമ്മപേക്ഷിച്ചുകൊള്ളുന്നു. പ്രാർത്ഥന എടുത്തിനും വല്ലണമേ. ആമേൻ. Thank you, Chin. Songs are the melodious way to convey our love and gratitude to our Lord. Let us uplift our lift by listening to some songs by Vishal Verghese and Vivek Verghese. കരുതലിൻ കരങ്ങളാൽ കരം പിടിച്ചെന്നെ അനുദിനം വഴി നടത്തും. അവൻ മാത്രമാണെനിക്ക് അഭയമായെന്നും ജീവിതയാത്രയതിൽ. അവൻ മാത്രമാണെനിക്ക് അഭയമായെന്നും ജീവിതയാത്രയതിൽ. അപരനിൽ പരനെ കണ്ടിടുവാൻ എന്നിലെ അന്ധത നീക്കണമേ. അപരനിൽ പരനെ കണ്ടിടുവാൻ എന്നിലെ അന്ധത നീക്കണമേ. നിൻഹിതമറിഞ്ഞു ഞാൻ ജീവിച്ചിടാൻ തിരുകൃപയെ എനിക്കേകണമേ. നിൻഹിതമറിഞ്ഞു ഞാൻ ജീവിച്ചിടാൻ തിരുകൃപയെ എനിക്കേകണമേ. കരുതലിൻ കരങ്ങളാൽ കരം പിടിച്ചെന്നെ അനുദിനം വഴി നടത്തും. അവൻ മാത്രമാണെനിക്ക് അഭയമായെന്നും ജീവിതയാത്രയതിൽ. അവൻ മാത്രമാണെനിക്ക് അഭയമായെന്നും ജീവിതയാത്രയതിൽ. പാപിയെ സ്നേഹിക്കും ദൈവമവൻ പാപത്തിൻ മോചനം നൽകിടുന്നു. പാപിയെ സ്നേഹിക്കും ദൈവമവൻ പാപത്തിൻ മോചനം നൽകിടുന്നു. നിന്നുടെ സ്നേഹം ഞാൻ അനുഭവിപ്പാൻ ആത്മവരങ്ങളാൽ നിറയ്ക്കണമേ. നിന്നുടെ സ്നേഹം ഞാൻ അനുഭവിപ്പാൻ ആത്മവരങ്ങളാൽ നിറയ്ക്കണമേ. കരുതലിൻ കരങ്ങളാൽ കരം പിടിച്ചെന്നെ അനുദിനം വഴി നടത്തും. അവൻ മാത്രമാണെനിക്ക് അഭയമായെന്നും ജീവിതയാത്രയതിൽ. അവൻ മാത്രമാണെനിക്ക് അഭയമായെന്നും ജീവിതയാത്രയതിൽ. നിൻ രുധിരമതാൽ വീണ്ടെടുത്തെന്നെ നിൻ മകനായെന്നും തീർത്തിടുവാൻ. നിൻ രുധിരമതാൽ വീണ്ടെടുത്തെന്നെ നിൻ മകനായെന്നും തീർത്തിടുവാൻ. ആ മഹൽ സ്നേഹത്തിൻ തുല്യമതായി
വേറൊരു സ്നേഹമില്ലീ ഉലകിൽ. ആ മഹസ്നേഹത്തിൻ തുല്യമതായി വേറൊരു സ്നേഹമില്ലീ ഉലകിൽ. കരുതലിൻ കരങ്ങളാൽ കരം പിടിച്ചെന്നെ അനുദിനം വഴി നടത്തും. അവൻ മാത്രമാണെനിക്കഭയമായെന്നും ജീവിതയാത്രയതിൽ. അവൻ മാത്രമാണെനിക്കഭയമായെന്നും ജീവിതയാത്രയതിൽ. താങ്ക് യു വിശാൽ ആൻഡ് വിവേക്. അടുത്തതായിട്ട് നമുക്ക് സ്വാഗത പ്രസംഗം നൽകുന്നതായിട്ട് നിഖിൽ തോമസ് ജോസഫിനെ ക്ഷണിക്കുന്നു. കേൾക്കാമോ? ഹലോ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എന്റെ വിനീത നമസ്കാരം. പാലാരിവട്ടം ഷാരോൺ മാർത്തോമ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷം യൂത്ത് കൺവെൻഷനായി നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടി വരുവാൻ സഹായിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം പറയുക എന്നതാണ്. ആദ്യം തന്നെ ഷാരോൺ മാർത്തോമ യുവജന സഖ്യം പ്രസിഡന്റായി ചുമതല നിർവഹിക്കുന്ന നമ്മുടെ ഇടവക അസിസ്റ്റന്റ് വികാരി റവറൻ സ്കറിയ ജോൺ അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. യുവജനങ്ങളോടുള്ള അച്ഛന്റെ താല്പര്യവും ഞങ്ങളെ എല്ലാ കാര്യത്തിനും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അച്ഛനെ വളരെ സ്നേഹത്തോടും ഏറ്റവും ബഹുമാനത്തോടും ഈ യൂത്ത് കൺവെൻഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഇടവക വികാരിയായ റവറൻ ഡോക്ടർ സാബു ഫിലിപ്പ് അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛനിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങൾക്കും പ്രാർത്ഥനയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അച്ഛന്റെ അനുഗ്രഹീതമായ ശുശ്രൂഷ ഞങ്ങൾ യുവജനങ്ങളുടെ ഇടയിൽ തുടർന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് റവറൻ ഡോക്ടർ സാബു ഫിലിപ്പ് അച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ വിശിഷ്ട അതിഥിയും ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ നമ്മുടെ കൂടെ ആയിരിക്കുന്ന റവറൻ തോമസ് റിനു വർഗീസ് അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ ജനിച്ചതും വളർന്നതും മുംബൈയിലാണ്. അച്ഛൻ PG പഠനത്തിന് ശേഷം BD പഠനം പൂർത്തിയാക്കിയത് കോട്ടയം സെമിനാരിയിൽ നിന്നാണ്. അച്ഛന്റെ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചത് റാന്നി പഴങ്ങാടിക്കര ഇമ്മാനുവൽ മാർത്തോമ ഇടവകയിൽ നിന്നാണ്. അവിടെ അച്ഛൻ അസിസ്റ്റന്റ് വികാരിയായി സേവനം അനുഷ്ഠിച്ചു. നിലവിൽ അച്ഛൻ പത്തനംതിട്ട പുത്തൻപീടിക സെന്റ് തോമസ് മാർത്തോമ ഇടവകയിൽ വികാരിയായി സേവനം നിർവഹിക്കുന്നു. റാന്നി സെന്റർ മാർത്തോമ യുവജന സഖ്യത്തിന്റെ പ്രസിഡന്റായും അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. റവറൻ തോമസ് റിനു വർഗീസ് അച്ഛനെ ഞങ്ങളുടെ യൂത്ത് കൺവെൻഷനിലേക്ക് ലഭിച്ചതിൽ അതിയായ സന്തോഷം പങ്കുവെക്കുന്നു. ഒരിക്കൽ കൂടി അച്ഛനെ എന്റെ വ്യക്തിപരമായ പേരിലും ഷാരോൺ യുവജന സഖ്യത്തിന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എറണാകുളം സെന്റർ യൂത്ത് ചാപ്റ്റനായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട റവറൻ റോണ കോര അച്ഛനും ഇന്ന് നമ്മുടെ കൂടെ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ഇടവകയിൽ വരികയും വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുകയും വചന ശുശ്രൂഷ നേതൃത്വം നൽകുകയും ചെയ്തു. ഈ സെന്ററിലെ യുവജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനം അനുഗ്രഹീതമായ നടക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ഷാരോൺ മാർത്തോമ യുവജന സഖ്യത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ കൺവെൻഷൻ നടത്തുന്നതിനായി ഇതിന്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത യുവജന സഖ്യ സെക്രട്ടറിയെയും എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന എല്ലാ യുവജന സഖ്യ അംഗങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും നമ്മുടെ ഇടവക ചുമതലക്കാരെയും ഈ കൺവെൻഷന്റെ ആദ്യ ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കൺവെൻഷൻ എല്ലാവർക്കും അനുഗ്രഹപ്രദമായിരിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Nikhil. Next, I invite Sonu Saji for reading the Bible passage. Today's Bible portion is taken from Acts chapter 27, verse 13 to 16. Acts chapter 27, verse 13 to 26. I repeat, Acts chapter 27, verse 13 to 16. When a gentle south wind began to blow, they saw their opportunity, so they weighed anchor and sailed along the core of Crete. Before very long, a wind of hurricane force called the northeaster swept down from the island. Their ship was caught by the storm and could not head into the wind. So we gave away it and were driven along. As we passed to the lee of a small island Concordia,
we were hardly able to make the lifeboat secure. So the men hoisted it aboard. Then they passed ropes under the ship itself to hold it together, because they were afraid they would run aground on the sandbars of Syrtis. They lowered their sea anchor and let the ship be driven along. We took such a violent battering from the storm that the next day they began to throw the cargo overboard. On the third day, they threw the ship's tackle overboard with their own hands, but neither sun nor stars appeared for many days, and the storm continued raging. We finally gave up all hope of being saved. After they had gone a long time without food, Paul stood up before them and said, "Men, you should have taken my advice not to sail from Crete. Then you would have spared yourself this damage and loss. But now I urge you to keep up your courage, because not one of you will be lost. Only the ship will be destroyed. Last night, an angel of the God, to whom I belong and whom I serve, stood beside me and said, 'Do not be afraid, Paul. You must stand trial for Caesar, and God has graciously given you the lives of all those who sail with you. So keep up your courage, men, for I have faith in you, God, that it will help just as he told me. Nevertheless, we must run aground on some island.'" Here ends the lesson. അടുത്തതായിട്ട് പ്രസിഡൻഷ്യൽ അഡ്രസ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ യുവജന സഖ്യം പ്രസിഡന്റായ സ്കറിയ ജോൺ അച്ഛനെ ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദ്യം ഒരു ക്ഷമാപണം നടത്തട്ടെ. നമ്മുടെ ഇടവകയിൽ ഒരു പ്രയർ മീറ്റിംഗ്, അതായത് നാളെ ഹൂസ്റ്റണിൽ വെച്ച് ഒരു വിവാഹം നടക്കുന്ന നവീൻ്റെയും ദിയയുടെയും വിവാഹം നാളെ ഹൂസ്റ്റണിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അവരുടെ മാതാപിതാക്കൾ വൈകിട്ട് നമ്മുടെ പള്ളിയിൽ വെച്ച് ഒരു പ്രാർത്ഥന ക്രമീകരിച്ചു. അതിൽ പങ്കെടുക്കുവാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അല്പം ലേറ്റായത്. അതിനുള്ള ക്ഷമാപണം നടത്തുകയാണ്. ഏറ്റവും സ്നേഹമുള്ള തോമസ് റിനു വർഗീസ് അച്ഛൻ, നമ്മുടെ എറണാകുളം സെൻറ്റർ യൂത്ത് ചാപ്റ്ററിനായി ശുശ്രൂഷ നിർവഹിക്കുന്ന റോണ കോറ അച്ഛൻ, പ്രിയ യുവജന സഖ്യാംഗങ്ങളെ, നമ്മുടെ ഇടവക അംഗങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനം. കഴിഞ്ഞ വർഷവും ഇപ്രകാരം നമുക്ക് യുവജന സഖ്യമായിട്ട് കൺവെൻഷൻ 3 ആഴ്ചകളിൽ നമുക്ക് ക്രമീകരിക്കുവാൻ ഇടയായി. ഈ പരിമിതികളുടെ മധ്യത്തിലും ഈ വർഷവും നമുക്ക് ഇപ്രകാരം സൂം പ്ലാറ്റ്ഫോമിലൂടെ ഫസ്റ്റ് ഫ്രൈഡേ, അതുപോലെ തന്നെ സെക്കൻഡ് ഫ്രൈഡേ ഓഫ് ഒക്ടോബർ ആൻഡ് തേർഡ് ഫ്രൈഡേ ഓഫ് ഒക്ടോബർ, 3-ാം ഞായറാഴ്ച വിശുദ്ധ കുർബാന ശുശ്രൂഷയോടുകൂടി നമ്മുടെ യൂത്ത് സൺഡേ സമാപിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രകാരം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ലഭിച്ച ഈ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അധികം സമയമൊന്നും എടുക്കാതെ, നമുക്കറിയാം ഈ വർഷത്തെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത്, യുവജന സഖ്യത്തിന്റെ യുവജന ഞായറോടനുബന്ധിച്ച് ക്രമീകരിച്ചിരിക്കുന്ന തീം എന്ന് പറയുന്നത് അർത്ഥവത്തായ ജീവിതത്തിനുള്ള അന്വേഷണം എന്നുള്ളതാണ്. സെർച്ച് ഫോർ എ മീനിങ്ഫുൾ ലൈഫ്. നാം ശാന്തമായി ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം, a meaningful life is possible when we realize that our life is a gift from God and God has a purpose in our life. നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണെന്നും നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്നും വ്യക്തമായി നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ അർത്ഥവത്തായി, മീനിങ്ഫുള്ളായി നയിക്കുവാൻ നമുക്ക് സാധിക്കും. When this picture is very clear, you know very well who you are and what your responsibilities. ഈ ഒരു ചിത്രം വ്യക്തമായി കഴിയുമ്പോൾ നാം ആരാണെന്നും നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. When I talk of this, the first picture that comes to my mind after Christ is Joseph in the Old Testament. This can be very well defined in the life of Joseph. We know Joseph was one of the 12 sons of Jacob. And he was also known, he was a man of dreams. അവൻ സ്വപ്നങ്ങളുടെ ഒരു മനുഷ്യനായിരുന്നു. But to accomplish that dreams or to reach that pinnacle was not an easy task for Joseph.
Joseph had to go through many hardships, isolation, slavery at a young age, and even he had to go in prison, punished for a crime he did not commit. And the graph of his life kept going down for 13 years. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം ഒക്കെ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. But when he went through this phase of life, ഇപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ യോസഫ് കടന്നു പോയപ്പോൾ യഥാർത്ഥത്തിൽ യോസഫ് എപ്രകാരമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു എന്ന് ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയ യോസഫിന്റെ ജീവിതത്തെ നാം ശ്രദ്ധിച്ച് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യോസഫിന്റെ കമ്മിറ്റ്മെന്റ്, honesty, his fear of God, firmness, faith in God, and his loyalty all helped him in leading a meaningful life. അത് വളരെ വ്യക്തമായി അവന്റെ ജീവിതത്തെ നാം ശ്രദ്ധിച്ച് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവന്റെ പ്രതിബദ്ധത, അവന്റെ സത്യസന്ധത, ദൈവഭയം, ദൈവത്തിലുള്ള വിശ്വാസം, വിശ്വസ്തത എന്നീ ഇതെല്ലാം അർത്ഥവത്തായ ജീവിതം നയിക്കുവാൻ യോസഫിന് ഇടയായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. He was raised to a position of the PM of Egypt. A young man, in spite of many obstacles, ups and downs in life, who led a meaningful life that God had given him. പ്രിയ യുവജനസഖ്യ അംഗങ്ങളെ, യോസഫിന് മാത്രമല്ല അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും ഒക്കെ ദൈവം ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത്. നാം ആരാണെന്നും നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നും ദൈവം നൽകിയിരിക്കുന്ന ഈ ജീവിതം ദൈവത്തിന്റെ ദാനമാണെന്നും ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഉദ്ദേശമാണെന്നും ഒരു വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമുക്കെല്ലാവർക്കും അർത്ഥവത്തായ മീനിങ്ഫുള്ളായ ഒരു ജീവിതം നയിക്കുവാൻ ഈ ലോകത്തിൽ സാധിക്കുമെന്ന് യാതൊരു സംശയമില്ല. ഇന്നത്തെ നമ്മുടെ കൺവെൻഷന് മുഖ്യ സന്ദേശം നൽകുവാൻ നമ്മോടൊപ്പം ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട തോമസ് റീനു വർഗീസ് അച്ഛനെയാണ്. അച്ഛൻ ഈസ് എ ഗുഡ് സ്പീക്കർ in interpreting the word of God. ഇത് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആണ്. ഭംഗിയായി ദൈവവചനം യുവജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്. അച്ഛനോട് നമ്മുടെ ഇന്നത്തെ ഈ ആവശ്യം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട തോമസ് റീനു അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഇതിൽ പങ്കുചേരാമെന്ന് സമ്മതിച്ചു. ഇന്ന് അച്ഛൻ്റെ വചന ശുശ്രൂഷ നമുക്കെല്ലാവർക്കും അത് മീനിങ്ഫുള്ളായി തീരുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ ദൈവഹിതത്തിനനുസരിച്ച് നയിപ്പാൻ തക്കവണ്ണം ഈ ഇന്നത്തെ വചന കേൾവി അതിന് ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായിട്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതിനായി മിസ്റ്റർ അബൈൽ തോമസ് ജോസഫിനെ ക്ഷണിക്കും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനോചനമായ സ്വർഗസ്വതാവേ, അപ്പച്ച സ്തോത്രം കർത്താവേ. അനുഗ്രഹമായ ദിവസത്തിനായ സ്തോത്രം കർത്താവേ. കാരുണ്യവാന സ്തോത്രങ്ങൾ ഷർമർദ്ദമ ചർച്ച യുദ്ധത്തിലേക്കായിട്ട് കർത്താവെ സ്തോത്രം കൺവെൻഷനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുന്നു. കർത്താവെ സൂം പ്ലാറ്റ്ഫോമിലൂടെ അടിയങ്ങൾക്ക് ഒരുമിച്ച് കൂടിയിരുന്ന കർത്താവെ അവിടുത്തെ വചനം കേൾക്കുവാനും കർത്താവെ സ്തോത്രം. കർത്താവെ പാട്ട് പാടുവാനും കർത്താവെ വചനത്തിൽ നിന്ന് കർത്താവെ നല്ല കാര്യങ്ങൾ പഠിക്കുവാനും എല്ലാം തന്നിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. കർത്താവെ അപജ സ്തോത്രം ഈ വലിയ പ്രതിസന്ധികളുടെ നടുവിലും കർത്താവെ കഴിഞ്ഞ 2 വർഷമായി അടിയങ്ങളെ ഒരുമിച്ചാക്കിയിരിക്കുന്ന സ്തോത്രം കർത്താവെ. കർണ്യവാനെ ഞങ്ങളായിരിക്കുന്നത് കർത്താവെ അവിടുത്തെ കൃപയാലാകുന്നല്ലോ കർത്താവെ സ്തോത്രം. കർത്താവെ സ്തോത്രം കഴിഞ്ഞ വർഷം അടിയങ്ങൾ ഇതേപോലെ സൂം പ്ലാറ്റ്ഫോമിലൂടെ ക്രമീകരിക്കാൻ അവിടെ നിന്ന് ദയ ചെയ്തു. കർത്താവെ സ്തോത്രം ഈ വർഷവും കർത്താവെ സ്തോത്രം അടിയങ്ങൾ ഒരുമിച്ചായിരിക്കാൻ തക്കണം അടിയങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. കർണവാനെ സ്തോത്രം കർത്താവ് ഞങ്ങൾ യുവജനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യുവജനങ്ങളിലൂടെ കർത്താവ് അവിടുന്ന് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം കർത്താവ്. അവരുടെ ജീവിതങ്ങളിലൂടെ കർത്താവ് അവിടുന്ന് ഇടപെടുന്നതിനാണ് സ്തോത്രം. അവിടുത്തെ പുനർനാമ മഹത്വത്തിനായി കർത്താവ് അവരെ എടുത്ത് ഉപയോഗിക്കുന്നതിനാണ് സ്തോത്രം കർത്താവ്. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നല്ല നേതൃത്വങ്ങൾക്കായി സ്തോത്രം കർത്താവ്. പ്രത്യേകിച്ച് യുവജന പ്രസിഡന്റ് കർത്താവ് ഞങ്ങളുടെ കർത്താവ് സ്കരജോൺ അച്ഛനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അച്ഛനോട് ലഭിക്കുന്ന എല്ലാ നേതൃത്വങ്ങൾക്കായി സ്തോത്രം കർത്താവ്. കർത്താവ് സ്തോത്രം ഞങ്ങളുടെ യുവജനങ്ങൾ കർത്താവ് പ്രത്യേകിച്ച് കർത്താവ് ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ കർത്താവ് അവരെ വളരെയധികം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ കർത്താവ് സ്തോത്രം അവരെ കർത്താവ് സ്തോത്രം ബലത്തോടെ അവിടുത്തെ വചനത്തിൽ കർത്താവ് ബലപ്പെടുത്തി നിർത്തണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് പലയിടങ്ങളിൽ കർത്താവ് അവരുടെ പഠനകാര്യങ്ങളിൽ കർത്താവ് അവരുടെ ജോലി കാര്യങ്ങളിൽ കർത്താവ് അവരായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം പല രീതിയിലുള്ള പ്രതിസന്ധികൾ മുന്നോട്ട് പോകുന്നു കർത്താവ് സ്തോത്രം. പ്രതിയിലുള്ള കഷ്ടങ്ങളുണ്ട് കർത്താവ് സ്തോത്രം, ബുദ്ധിമുട്ടുകളുണ്ട് കർത്താവ്. അതിലെല്ലാം കർത്താവ് അവിടുത്തെ വചനത്തിൽ വേരൂന്നി കർത്താവ് സ്തോത്രം. കർത്താവ് ഇപ്പോൾ വചനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ കർത്താവ്
യോസഫിനെ പോലെ കർത്താവ് സ്വപ്നങ്ങൾ കാണുമ്പോൾ കർത്താവ് ആ സ്വപ്നങ്ങൾ കണ്ട് കർത്താവ് സ്വപ്നത്തിൽ കർത്താവ് ദൈവത്തോടു കൂടി ചേർന്ന് കർത്താവ് പ്രതിസന്ധികൾ വരുമ്പോൾ കർത്താവ് ദൈവം നടത്തുന്ന വിശ്വാസത്തോടുകൂടി ബലത്തോടുകൂടി അവർ മുന്നോട്ട് പോകാൻ അവരെ നടത്തണമേ ബലപ്പെടുത്തുന്ന അപേക്ഷിക്കും കർത്താവ് തരുന്ന എല്ലാ കൃപകൾക്കും ബലങ്ങൾക്കും സ്തോത്രം കർത്താവ് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ് സ്തോത്രം കരയിട്ടുന്നു. സഹോദരനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹത്തോടെ കർത്താവ് അച്ഛനെ ബലത്തോടെ നടത്തണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ് സ്തോത്രം. വചനം സംസാരിക്കുന്നവർ അച്ഛനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛനിൽ നിന്ന് ലഭിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് വചനം ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രഹിപ്പാനും കർത്താവ് സ്തോത്രം കർത്താവ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത് നടത്തിക്കൊണ്ടുപോകാനും അവിടുന്ന് അനുഗ്രഹിക്കണേ ബലപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. അവിടെ കൊച്ചിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അച്ഛനോട് ഈ സെന്ററിൽ ലഭിക്കുന്ന എല്ലാ നല്ല നേതൃത്വങ്ങൾക്കായ സ്തോത്രം അനുഗ്രഹത്തോടെ നടത്തുന്ന അപേക്ഷിക്കുന്നു കർത്താവ് സ്തോത്രം. കർത്താവ് സ്തോത്രം ഞങ്ങൾ പല വിഷയങ്ങളുണ്ട് കർത്താവ് വിഷയങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ കർത്താവ് സ്തോത്രം ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം. അടുത്ത കൃപയിലൂടെ ഞങ്ങളെ നിർത്തണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ സൺഡേ സ്കൂൾ അധ്യാപകരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരോട് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ദർശനങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും സ്തോത്രം കർത്താവ്. അവരുടെ ജീവിതത്തിലൂടെ കർത്താവ് സ്തോത്രം ഞങ്ങളെ വഴി നടത്തിയിരിക്കുന്നു കർത്താവ് സ്തോത്രം. നല്ല മാതൃക കർത്താവ് അത് ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് മുന്നോട്ട് കൊണ്ടുപോയി ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ് സ്തോത്രം. കർത്താവ് സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് അപ്പച്ച ഈ കോവിഡിന്റെ ബുദ്ധിമുട്ടിൽ കർത്താവ് അനേകാര്യങ്ങൾ കർത്താവ് കഷ്ടപ്പെടും അപ്പച്ച ബുദ്ധിമുട്ടിലുമായിരിക്കുന്നു കർത്താവ് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ് വേർപാട് ദുഃഖിതരായിരുന്ന കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് നോർത്ത് പ്രയർ ഗ്രൂപ്പിൽ കർത്താവ് പൊന്നമ്മാന്റെ കർത്താവ് നല്ല മരണം വഴിയായി ലോകം വിട്ടുപോയി കർത്താവ് സ്തോത്രം. കർത്താവ് സ്തോത്രം. വേർപാട് ദുഃഖം കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ഞങ്ങളുടെ അറിവിലും പരിചയത്തിലുള്ള അനേകര് കർത്താവ് സ്തോത്രം വേർപാടായ കർത്താവ് മരണം വഴിയായി ലോകം വിട്ടുപോയി കർത്താവ്. കർത്താവെങ്കിലും സ്തോത്രം കർത്താവ് ഞങ്ങളെ കർത്താവ് അപ്പച്ച ബലത്തോടെ കർത്താവ് ആയുസ്സിൽ കർത്താവ് ആരോഗ്യവും ബലവും തന്ന് ഞങ്ങളെ നിർത്തിയിരിക്കുന്ന ആ സ്തോത്രം കർത്താവ്. വചനം ഗ്രഹിക്കാനും വചനത്തിൽ നിൽപ്പാനും കർത്തക്കണം അടയങ്ങളെ കൂട്ടിവരുത്തിക്കുന്ന ആ സ്തോത്രം കർത്താവ്. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ് സ്തോത്രം കരയിട്ടുന്നു കർത്താവ് സ്തോത്രം. ഞങ്ങളുടെ സുവിശേഷരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താവ് ഭാരതത്തിന്റെ പല പലയിടങ്ങളിൽ കർത്താവ് ഇവിടെ ആയിരിക്കുന്നു കർത്താവ് സ്തോത്രം. കർത്താവ് അവരെ ആക്കിയിരിക്കുന്ന ദേശത്ത് കർത്താവ് ബലത്തോടെ അടുത്ത് വചനം സംസാരിപ്പാനും വചനത്തിൽ കർത്താവ് കർത്താവ് അവിടെ ആക്കിയിരിക്കുന്ന ദേശത്ത് കർത്താവ് അനുഗ്രഹത്തോടെ രീതിയിൽ കർത്താവ് ശുശ്രൂഷ നിർവഹിപ്പാൻ അവരെ ബലപ്പെടുത്തണമേ അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു കർത്താവ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവ മിഷനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. അപ്പൊ ഇടവ മിഷനിലൂടെ കർത്താവ് ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കർത്താവ് വചന കേൾവിക്കുമായിട്ട് സ്തോത്രം കർത്താവ്. അവരിലൂടെ കർത്താവ് അവരുടെ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ഞങ്ങളെ നിർത്തുന്ന കർത്താവ് അപ്പച്ചന്മാരെ അമ്മച്ചമാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവരെ അനുഗ്രഹത്തോടെ കർത്താവ് നിലവാരത്തിൽ കർത്താവ് ബലത്തോടെ നിൽപ്പാൻ നോക്കണം അവരെ അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്ന കർത്താവ് സ്തോത്രം. കർത്താവെ പ്രവർത്തിക്കേണ്ട എല്ലാ വിഷയങ്ങളും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കൺവെൻഷന്റെ അനുഗ്രഹമായ നടത്തിപ്പിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. ഈ യോഗത്തിൽ കർത്താവ് ആദ്യം അവിടുത്തെ കൃപയിൽ പരിപാലിക്കുന്ന അപേക്ഷിക്കുന്ന കർത്താവ്. വരുന്ന ആഴ്ചകളിലും കർത്താവ് പ്രസംഗിക്കുന്ന നിന്റെ മക്കളെ കർത്താവ് അവിടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല വചനങ്ങൾ ലഭിച്ച് കർത്താവ് വചനം കർത്താവ് അടങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ആ വചനത്തിൽ വരുന്നു മുന്നോട്ട് കൊണ്ടുപോകാൻ അടങ്ങളുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിപ്പാൻ അടങ്ങളെ അവിടെ നിന്ന് ബലപ്പെടുത്തുന്ന കൃപ വരണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവ് സ്തോത്രം. അപ്പച്ച സ്തോത്രം കർത്താവെ. അപ്പച്ച ഈ നടക്കുന്ന ഇനിയുള്ള ശുശ്രൂഷകളും കർത്താവെ ഈ മീറ്റിംഗിന്റെ അവസാനം വരെ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ പരിപാലിക്കുന്ന അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയായിട്ടുള്ള ആ സ്തോത്രം മനോമോഹത്തോടെ എടുക്കണം. സർവ്വടിയങ്ങൾക്ക് വേണ്ടി ജീവിച്ച കർത്താവിനെ അപേക്ഷിക്കുന്നു. കൃപ ഉണ്ടായി കേൾക്കണമേ. ആമേൻ. Next, Anne Shreyan Amida is here with another melodious and rejuvenating song. Over to you. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ
എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ധന്യമായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. Thank you, Anna, Amida, and Shreya. Today we are grateful to have with us Reverend Thomas Rino Verghese, Vicar of St. Thomas Muthama Kuttan Bediga, and the speaker of the day. I now welcome you, Achin, for giving us the word of God. Thank you, Jobin. Beloved Skaria John Achin, dear Sabu Achin, dear Rona Kora Achin, the office bearers of Palarivattam, Sharon, Marthoma, Eugene Sakyam, and all the members who have participated today for today's youth convention. I take this opportunity to extend my warm regards, extend my acknowledgement for giving me this opportunity to be a part of your Youth Week program. I'm indeed very happy for the wonderful arrangements the office bearers have done amidst the Youth Week to have such wonderful sessions to learn from the Word of God. ഞാൻ ഓർക്കുകയായിരുന്നു, സംഘാടകർക്ക് ഭയങ്കര ടെൻഷനാണ് എങ്ങനെ പരിപാടി നടത്തിയാലും, ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും. ഓഫ്ലൈൻ ആണെങ്കിലുള്ള പേടി ആളുകൾ എത്ര പേര് വരുമെന്നുള്ള പേടിയാണ്. വന്നു കഴിഞ്ഞാൽ മുമ്പിൽ വന്നിരിക്കടാ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രയാസമാണ്. ഓൺലൈൻ ആണെങ്കിലോ എത്ര ഡിവൈസസ് കയറുമെന്നാണ് സംശയം. അതിനുശേഷം ഉള്ള ഒരു പ്രയാസമാണ്. പ്രയാസം ഒരു ഓഫീസ് ബെയർ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു, അച്ഛാ പ്ലീസ് ഡോണ്ട് മൈൻഡ് ഇഫ് the screens are off. I said, Mone, don't worry, I'm very much used to it. Okay, ഞാനും ഒരു സെന്ററിന്റെ പ്രസിഡന്റ് ആണ്, so I'm least worried about that. I'm very much used to speaking to myself, having this screen in front of me. അതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാൻ അത് ശീലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് don't worry about that. Please don't be worried about such thing. But I'm very happy, we all have got so many opportunities, and I'm very happy so many of you all could come. And I recently I heard in some Sakyam committee someone said, Acha, don't worry, ഇപ്പം 15 പേരെ ഉള്ളെങ്കിൽ നമുക്ക് കയ്യിലുള്ള വേറെ ഡിവൈസ് ഒക്കെ വെച്ചാൽ കയറാം. അപ്പോൾ കാണുമ്പോൾ ഒരു 10-30 പേരൊക്കെ ആയിക്കോളൂ. അതുകൊണ്ട് അച്ഛൻ അത് വറി ചെയ്യേണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്ന പല മെത്തേഡ്സും ഗിമിക്സും ഒക്കെ ഇന്നുണ്ട്. എന്നാൽ I hope all the 34 participants over here are unique ones, and I hope today's session would be a very fruitful one. Like Skaria John Achin said, our church is meditating on the theme quest for meaningful life. Youth having a journey or a quest for attaining a meaningful life. അർത്ഥവത്തായ ജീവിതത്തിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഈ വർഷത്തെ യുവജന വാരത്തോട് ചേർന്നുള്ള ചിന്താവിഷയം. ഞാനൊരു പുസ്തകത്തിൽ ഇങ്ങനെ എവിടെയോ വായിച്ച് ഓർക്കുന്നു, God's goal for our life is not money, but it's maturity. It's an author who's a motivational speaker, a very good writer, Warren Wiersbe. On being the servant of God, ആ പുസ്തകത്തിൽ അദ്ദേഹം കൊടുത്തായിട്ടുള്ള ഒരു quotation ആണ്, God's goal for our life is not money, it's maturity. Somewhere I felt this is a very, very challenging statement. പലപ്പോഴും ഒരു യങ് ലൈഫിൽ നമ്മുടെ ഗോൾ മണി അല്ലെങ്കിൽ നമ്മുടെ കരിയർ, നമ്മുടെ ആസ്പിറേഷൻസ്, നമ്മുടെ ഒരു ഗോൾ സെറ്റ് ചെയ്തേക്കുന്ന പലപ്പോഴും ഹാപ്പിനെസ്സും മണിയുമായി മൈൻഡഡും ഒക്കെ ആയിട്ടാണ് സെന്റേർഡ് എങ്കിൽ, somewhere we also need to be aware about this thing called as maturity. And Paul, the character whom we are going to study today, is a person whose life is so evident in the text, which teaches us how he is becoming matured all through these days of his struggle. അപ്പോസ്തല പ്രവർത്തികൾ ഒരു 8-ാമത്തെ അധ്യായം തൊട്ട് 28-ാമത്തെ അധ്യായം വരെ നോക്കുകയാണെങ്കിൽ പൗലോസിന്റെ ലൈഫിലെ ഈ ഒരു മെച്ചോറിറ്റിയെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും. വെരി ലേൺഡ് പേഴ്സൺ, ഹാവിംഗ് എ ഗുഡ് ആംബിഷൻ ഇൻ ഹിസ് ലൈഫ്, ലേൺ ഫ്രം എ വെരി ഗുഡ് സ്കോളർ. നല്ല ഒരു സീൽ ഉണ്ടായിരുന്നു. ആ സീൽ പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ
തെറ്റായ ദിശയിൽ പോയി. But he had this encounter with Christ, and that encounter shaped his goal, shaped his passion, and later he became a much more matured individual. And I hope when we have this quest for a meaningful life, our aim won't be attaining just money and happiness, rather attaining a matured Christian character. And thus, like Paul said, കൊലോസ്യ സഭയിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, സകലരെയും ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുക എന്നാണ്. Bringing others as perfect, mature individuals in front of Christ. And that is എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാരുടെ എല്ലാവരുടെയും ദൗത്യം ഇത് തന്നെയാണ്. മറ്റൊന്നുമല്ല, ക്രിസ്തുവിന്റെ മുൻപിൽ നമ്മൾ എല്ലാവരെയും ഒരു പക്വതയുള്ള തികഞ്ഞ ക്രിസ്തീയ ക്യാരക്ടറുള്ള ആളുകളായിട്ട് എത്തി കൊണ്ടുവരിക. അങ്ങനെ എത്തിക്കൊണ്ടുവരുമ്പോൾ നമുക്ക് വേണ്ടതായിട്ടുള്ള ചില ശീലങ്ങൾ, ചില സ്വഭാവ ഗുണങ്ങൾ, ചില നന്മകൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് വളരെ വേഗം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നത്. ഒരു പാൻഡമിക് ആയതുകൊണ്ട് തന്നെ, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ലിവിങ് വിത്ത് ദ കോവിഡ് അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ, ഒരു ക്രൈസിസ് ടൈമിൽ എങ്ങനെ നമുക്ക് അർത്ഥവത്തായ ലൈഫിനെ ഷേപ്പ് ചെയ്യാം എന്ന ഒരു ചിന്താവിഷയമാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. The person who read the portion had read it. The portion for which we are taken today's devotion is taken from Acts of the Apostles chapter 27. A whole passage ആണ് ഇന്നത്തെ ഒരു ഡിസ്കഷൻ, ഇന്നത്തെ സ്റ്റഡിക്ക് വേണ്ടി എടുത്തേക്കുന്നത്. But I will be reading two key verses and then we'll begin our today's meditation. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം 13 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. അതിലെ 14-ാമത്തെ വാക്യം വായിച്ചു കൊള്ളട്ടെ. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചു. കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ടങ്ങനെ പാറിപ്പോയി. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, പ്രതീക്ഷിക്കാതെ കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ ഞങ്ങൾ സുരക്ഷിതമെന്ന് കരുതുന്ന, ഞങ്ങൾ ഉറപ്പുള്ളത് എന്ന് കരുതുന്ന, ഞങ്ങൾ ഒരിക്കലും തകർന്നു പോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളുടെ ജീവിത നൗക പലപ്പോഴും ആടി ഉലയാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തോട് ചേർന്ന് ഒത്തുപിടിച്ചുകൊണ്ട് പോകുവാൻ തക്കവണ്ണമുള്ള ബലവും ശക്തിയും ഞങ്ങൾക്ക് നീ നൽകി തരണമേ. ഒരു പക്വതയോടുകൂടി ഞങ്ങളുടെ ക്രൈസിസ് സിറ്റുവേഷനെ ഫേസ് ചെയ്യുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ വേദഭാഗം ഞങ്ങൾക്ക് നൽകുന്ന നല്ല ചിന്തകൾ അത് ഞങ്ങളുടെ ജീവിത യാത്രയിൽ ഞങ്ങൾ ഇനിയും കാണാത്ത, ഞങ്ങൾ ഇനിയും ഇതുവരെ അനുഭവിക്കാത്ത പ്രയാസങ്ങളെ നേരിടുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ പ്രചോദനം, ശക്തിയായി തീരണമെന്ന് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വെരി ബ്രീഫ്ലി ഞാൻ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയാം. പൗലോസിനെ കപ്പൽ മാർഗത്തിലൂടെ ഇറ്റാലി, റോമിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭമാണ്. ടു മീറ്റ് ദി എംപറർ. എംപററുടെ മുൻപിൽ പ്രസന്റ് ചെയ്യുവാൻ തക്കവണ്ണം പൗലോസ് ശ്ലീഹായെ കൊണ്ടുപോവുകയാണ്. അവർ സഞ്ചരിക്കുന്നത് ഒരു ചരക്ക് കപ്പലിലാണ്. A ship which was carrying lots of grains. കോൺ എന്നാണ് വിശ്വസിക്കുന്നത്, ചോളമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കപ്പലിനകത്ത് ആസ് എ പ്രിസണർ അലോങ് വിത്ത് സം അതർ പ്രിസണേഴ്സ് പൗലോസ് ശ്ലീഹ ഉണ്ട്, കപ്പൽ ഓടിക്കുന്ന കപ്പിത്താൻ ഉണ്ട്, സെയിലേഴ്സ് ഉണ്ട്, ഈ ഷിപ്പിന്റെ ഓണർ ഉണ്ട്, ഈ ഷിപ്പിന്റെ കാർഗോയുടെ കോൺട്രാക്ടർ ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ തടസ്സങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ആ വോയേജിനകത്തുള്ള ചില ഡേഞ്ചറസ് എക്സ്പീരിയൻസസിനെ ആസ്പദമാക്കിയാണ് ഈ ഒരു ഹോൾ ചാപ്റ്റർ നമുക്കത് അതിന്റെ ഒരു ഗ്രോത്ത് ഫ്ലോ കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഒരു അർത്ഥവത്തായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ അന്വേഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം, we need to obey the divine commandment. ദൈവ വചനത്തെ അനുസരിക്കുവാൻ തക്കണം നമുക്ക് സാധ്യമാകണം. ഇതിനാസ്പദമായ ഒരു വാക്യം വായിക്കട്ടെ. 10-ാമത്തെ വാക്യം 27-ാം അധ്യായത്തിൽ, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. പൗലോസ് ശ്ലീഹ ഒരു വിഷൻ ഉണ്ടാവുകയാണ്. There is going to be a huge danger in front of us. ആ ഒരു അപകടത്തെ പറ്റി ഒരു മുൻ ധാരണ ലഭിച്ചപ്പോൾ ഈ ജനങ്ങളോട് പറയുകയാകുന്നു, I can foresee a danger coming. God has spoke to me. ദൈവം എന്നോട് സംസാരിച്ചു, അതെനിക്ക് കാണുവാൻ സാധ്യമാകുന്നു. എന്നാൽ തൊട്ട് താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരിൽ പലരും ഈ ഒരു വാക്ക് അനുസരിച്ചില്ല, ശ്രദ്ധിച്ചില്ല എന്ന് നമുക്ക് പറയുവാൻ തക്കോണം ഇടയാകും.
ഈ ഒബേയിങ് ദ ഡിവൈൻ വേർഡ് അല്ലെങ്കിൽ ദൈവവചനം പറയുന്ന ആളുകളുടെ ആ വാക്കിനെ കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുമ്പോൾ ഒരു മൂല്യാധിഷ്ഠിതമായ അർത്ഥവത്തായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഞാൻ എവിടെയോ വായിച്ച് പഠിച്ചിട്ടുണ്ട്, ഒബീഡിയൻസും ട്രസ്റ്റും ഈ രണ്ടിന്റെയും റൂട്ട് മീനിങ് ഏകദേശം ഒന്നാണ്. അനുസരിക്കുക, ആശ്രയം വെക്കുക, ഇവ രണ്ടിന്റെയും മൂലഭാഷയിലെ അർത്ഥം എറ്റിമോളജി നോക്കുമ്പോൾ they both have a same root meaning and somewhere these both are very much connected. നമ്മൾ എപ്പോഴാണ് ഒരാളെ ഒബേ ചെയ്യുന്നത്? when we can have trust in that person. അല്ലാത്ത ഒബീഡിയൻസ് ഇറ്റ്സ് ജസ്റ്റ് നെയിം സേക്ക്, അത് ഭയം കൊണ്ട് ഉണ്ടാകുന്നതാണ്. നമ്മൾ ഒരാളെ ഒബേ ചെയ്യുമ്പോൾ ഇനവേ നമ്മൾ പറയുകയാണ് നമ്മൾ ആ വ്യക്തിയിൽ ട്രസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ഈ ഒരു യങ് ഏജിൽ നമുക്ക് പറയാൻ സാധിക്കുമോ, I trust in my Lord and I'm ready to obey what he's saying to me. I trust in my Lord and I'm ready to say that I will obey whatever he's kept aside for me. ഒരിക്കൽ ഒരു വലിയ ക്രൈസിസ് അമേരിക്കയിൽ ഉണ്ടായപ്പോൾ എബ്രഹാം ലിങ്കനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഓഫീഷ്യൽസും ഒക്കെയും ഒരു മീറ്റിംഗ് കൂടി ഒരു വലിയ സിവിൽ വാറിന്റെ മുൻപുള്ളതായിട്ടുള്ള ഒരു പ്രയാസങ്ങളാണ്. ആ സിവിൽ വാർ സമയത്ത് അവരെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്ങനെ ഈ ക്രൈസിസിനെ ഫേസ് ചെയ്യാൻ സാധ്യമാകുമെന്ന്. അങ്ങനെ ഒരു മിനിസ്റ്റർ അന്നത്തെ ഗ്രൂപ്പ് പ്രേയറിൽ പ്രാർത്ഥിച്ചു, ഓ ലോർഡ് വി പ്രേ ദാറ്റ് യു ബി ഓൺ our side and lead us to victory. ദൈവമേ, നീ ഞങ്ങളുടെ പക്ഷത്ത് ചേർന്ന് ഞങ്ങളെ വിജയത്തിലേക്ക് നയിക്കണമെന്ന് ഒരു മന്ത്രി പ്രാർത്ഥിച്ചപ്പോൾ എബ്രഹാം ലിങ്കൺ തിരുത്തി പറഞ്ഞു, don't pray that God be on our side, rather pray that how can we be on God's side. ദൈവം എന്റെ പക്ഷത്ത് വരണമെന്ന് പ്രാർത്ഥിക്കാതെ നാം ദൈവത്തിന്റെ പക്ഷത്ത് ചേരുവാൻ തക്കോണം നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയാകുമോ? We often believe that കർത്താവേ എന്റെ പക്ഷത്ത് നീ വന്ന് എല്ലാം ഈസി ആക്കണമെന്ന് പറയുന്നതിനെക്കാട്ടിലും can we pray in this way, Lord, can you make me a much more better person and make me on your side. എന്നെ കുറച്ചുകൂടി പക്വതയുള്ള വ്യക്തിയായി മാറ്റി നിന്റെ പക്ഷത്ത് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം എന്നെ നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും നമ്മുടെ ആശ്രയം ക്രിസ്തുവിൽ വെക്കുവാൻ തക്കവണ്ണം സാധിക്കും. രണ്ടാമത്തെ ചിന്തയായിട്ട് പറയുക, എന്നാൽ ഇതിനോട് ചേർന്ന് ഞാൻ പറയട്ടെ, ഈ ഒരു വാക്യത്തിന്റെ ഒരു റെസ്പോൺസ് വളരെ ശ്രദ്ധേയമാണ്. 11ാമത്തെ വാക്യത്തിലാണ് പൗലോസ് ലീഹ ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുത്തപ്പോൾ അതിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? 11ാമത്തെ വാക്യം, ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പൽ ഉടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. പോൾ ഈ ഒരു ക്രൈസിസിനെ പറ്റി അഡ്രസ് ചെയ്ത് പറയുന്നതിനെക്കാട്ടിലും ആ വാക്കുകളെക്കാട്ടിലും അവർ വിശ്വസിച്ചത് കപ്പലിന്റെ ഉടമസ്ഥൻ, ദി ഓണർ ഓഫ് ദ ഷിപ്പ് ആൻഡ് ദ ക്യാപ്റ്റൻ, ദ വൺ ഹു വാസ് സെയിലിംഗ് ദിസ് ഷിപ്പ്. നമ്മൾ ആരിലാണ് ഇന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്? അർത്ഥവത്തായ ജീവിതത്തെ പറ്റി നമ്മൾ ക്വസ്റ്റ് ആണ്, ഒരു വലിയൊരു അന്വേഷണമാണ്. ആരിലാണ് കൂടുതൽ നമ്മൾ അറ്റൻഷൻ ഇന്ന് കൊടുക്കുന്നത്? ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ അറ്റൻഷൻ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ. ഒരു വീക്ക് മാഗസിനിൽ ഒരു ലക്കത്തിലെ പുതിയ വേർഡ് അവർ ഉപയോഗിച്ചാണ്, വി ആർ ലിവിങ് ഇൻ എ ജനറേഷൻ ഓഫ് ഗോൾഡ് ഫിഷ് മെമ്മറി. അതായത് ഒരു ഗോൾഡ് ഫിഷിനുള്ള മെമ്മറി പോലെ ഉള്ളൂ നമുക്ക് ഇന്നുള്ളത്. പെട്ടെന്നാണ് നമ്മുടെ അറ്റൻഷൻ മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കേ. നിങ്ങളിപ്പോൾ ടെലിവിഷൻ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സർഫ് ചെയ്യുകയാണെങ്കിൽ ദ മാക്സിമം നമ്പർ ഓഫ് ടൈം നമ്മുടെ പോകുന്നത് സ്ക്രോളിങ്ങിലും ചാനൽ ചേഞ്ചിലുമാണ്. ഇരുന്ന് ഒരു കോണ്ടന്റ് കാണുവാൻ തക്ക നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. കൂടുതൽ ടൈം നമ്മൾ പോകുന്നത് അടുത്തത് എന്തെന്നും അല്ലെങ്കിൽ നെക്സ്റ്റ് വുഡ് ബി ബെറ്റർ എന്നതായിട്ടുള്ള ഒരു സെർച്ചിൽ പോകുമ്പോഴത്തേക്ക് വി ആർ നോട്ട് ഏബിൾ ടു സ്റ്റിക്ക് ഇൻ വൺ പോയിന്റ് ആൻഡ് പേ അറ്റൻഷൻ. ഇവിടെ ഈ ജനങ്ങൾ അറ്റൻഷൻ കൊടുത്തത്, ശ്രദ്ധ കൊടുത്തത് മറ്റു ചിലരായിരുന്നു. ഒന്നാമത്തെ ആള് കപ്പലിന്റെ ഉടമസ്ഥൻ, ധനികനാണ്. ഹി ഹാഡ് ലോട്ട്സ് ഓഫ് മണി വിത്ത് ഹിം. 2 മാലുമി അല്ലെങ്കിൽ ഈ കപ്പൽ ഓടിച്ച വ്യക്തി, സെയിലർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ, ബിക്കോസ് ഹി ന്യൂ ദ സീ. കടലിനെ പറ്റി അറിയാമായിരുന്നു, കപ്പലിനെ പറ്റി അറിയാമായിരുന്നു. മറ്റ് ശക്തിശാലിയായ ആളുകൾ കപ്പലിൽ ആരാണ്? ഈ പടയാളി, സെഞ്ചൂറിയൻ, യൂലിയസ് എന്ന് പേരുള്ളതായിട്ടുള്ള സെഞ്ചൂറിയനും സോൾജേഴ്സും, ബിക്കോസ് they had the Roman strength with them. ഈ 3 ഫാക്ടേഴ്സ് പലപ്പോഴും നമ്മുടെയും അറ്റൻഷനെ പലപ്പോഴും കീപ്പപ്പ് ചെയ്യാറുണ്ട്, അല്ലെ? നമ്മൾ ഇന്നൊരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ we are often paying more attention to the one who is having more power, to the one who is having more glamour, to the one who is having more possibilities അല്ലെങ്കിൽ പ്രസ്റ്റീജ് ഉള്ളതായിട്ടുള്ള ആളുകളോട് നമ്മൾ കുറച്ചുകൂടി ട്യൂൺഡ് ആകാൻ നോക്കുമ്പോൾ
എവിടെയോ ദൈവത്തിന്റെ ആ ഒരു ഫീബിൾ വോയിസ് ശ്രദ്ധിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. We feel we are saved by our knowledge. We feel we are saved by the knowledge of the learned men. But often we fail to pay attention to what God is speaking to us. What God is speaking to us. ഇവിടെ സംഭവിച്ചതായിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ അവര് കപ്പലുടമസ്ഥന്റെയും പണമുള്ളവന്റെയും അധികാരമുള്ളവന്റെയും വാക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ, പ്രതീക്ഷിക്കാതെ ഒരു കൊടുങ്കാറ്റ് അടിച്ചപ്പോൾ അതിനെ ഫേസ് ചെയ്യുവാൻ തക്കവണ്ണം, അതിന്റെ വാർണിംഗ് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല. അതുപോലെ തന്നെയാണ് നമ്മളിൽ പലരും ഒപ്പീനിയൻ നമ്മുടെ എങ്ങനെയാണ് എടുക്കുന്നത്. ദിസ് ഇസ് എ വെരി യുണീക് ഫേസ് ഓഫ് യുവർ ടൈം അല്ലെ. ഇവിടെ കൂടുതൽ യുവജനങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊരു ക്രോസ് റോഡിലാണ്. അപ്പോൾ എല്ലാ 10th 12th ടൈം ഒക്കെ ആകുമ്പോൾ നിങ്ങളോട് പേരൻസ് പറയും, യു നീഡ് ടു ബി വെരി അവെയർ ഓഫ് വാട്ട് ഡിസിഷൻ യു ആർ ടേക്കിംഗ് അബൌട്ട് യുവർ കരിയർ. ഡിഗ്രി കഴിഞ്ഞാൽ പറയും ജോലിക്ക് നിങ്ങൾ ഏത് എടുക്കുന്നു നിങ്ങൾ ചിന്തിക്കണം. ഇവിടെയും ഈ ഒരു വേദഭാഗത്തും ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റിയുള്ള ക്രൈസിസ് വരുമ്പോൾ അവർ ഫോളോ ചെയ്തൊരു പാറ്റേൺ ഉണ്ട്. 1, എക്സ്പീരിയൻസ് നോക്കുന്നു. 2, കൂട്ടത്തിൽ ധനവാൻ ആരാണെന്നും മികച്ചവൻ ആരെന്ന് നോക്കുന്നു. ഇതൊന്നും അല്ലെങ്കിൽ മെജോറിറ്റിയുടെ ഒപ്പീനിയൻ. അവിടെ പറയുന്നുണ്ട്, 12th വാക്യത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായകയാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന ഫൊയ്നീക്യ എന്ന ക്രേത്ത തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്ക പേരും ആലോചന പറഞ്ഞു. ഈ മിക്ക പേരും ആലോചന പറഞ്ഞപ്പോൾ അത് ശരിയെന്ന് വിശ്വസിച്ച് ഞങ്ങൾ കപ്പൽ അവിടെ തങ്ങുവാൻ തക്കോണം ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. ഈ മിക്ക പേരും ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മുടെ ഒക്കെ ലൈഫിലെ പല ഡിസിഷൻസും എടുക്കുന്നത് ഈ മിക്ക പേരുമാണ്. നമ്മളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഈ മിക്ക പേരുമാണ് നമ്മൾ ഭാവിയിൽ എന്ത് പഠിക്കണമെന്ന് പലപ്പോഴും തീരുമാനമെടുക്കുന്നത്. എനിക്ക് നഴ്സിംഗ് ഇഷ്ടമല്ല, പക്ഷെ മിക്ക പേരും പറയും അതെടുത്താലേ മികച്ച ജോലി കിട്ടത്തുള്ളൂ, മോൾ അത് പഠിച്ചാൽ മാത്രം മതി. എന്റെ പപ്പായും മമ്മി എന്നേക്കാ വിശ്വാസം മിക്ക പേരുടെ വാക്കുകളാണ് അവിടെ എന്നെ വിടത്തുള്ളൂ. എനിക്കിഷ്ടം കൊമേഴ്സ് പഠിക്കാനാണ്, പക്ഷെ മിക്ക പേരും പറയും സയൻസിൽ പോയാലേ ഭാവിയുള്ളൂ മോന്, അതുകൊണ്ട് മോനെ സയൻസിൽ വിട്ടാൽ മതി എന്ന് പറയും. അങ്ങനെ മിക്ക പേരും പറയുന്ന കരിയർ അഡ്വൈസ് ഞാൻ കേൾക്കും. പലപ്പോഴും ഞാൻ അതിനകത്ത് പോയി ചാടാറുണ്ട്. പിന്നീട് ജീവിതകാലം മൊത്തം ഞാൻ ഓർക്കും, അന്ന് എന്തുകൊണ്ട് എന്നെ ആരും മനസ്സിലാക്കിയില്ല. മിക്ക പേരും എപ്പോഴും ശരിയാവണമെന്നില്ല. മെജോറിറ്റി ഈസ് നോട്ട് ഓൾവേസ് റൈറ്റ്. ഇറ്റ് മേ ഹെൽപ്പ് യു ടു ടേക്ക് എ ഡിസിഷൻ, but it need not be the right decision for you. My dear friends, my dear parents who are listening to me, rather than not focusing on what the majority is speaking, what the current trends or waves are speaking, can we just spend some time to listen what God is really trying to speak to us? Can we pay attention to that feeble voice of our Lord? മിക്ക പേരും പറയുന്നത് പലപ്പോഴും ശരിയാവണമെന്നില്ല, എന്നാൽ ദൈവം പറയുന്നത് എപ്പോഴും ശരിയാകും. മിക്ക പേരും പറയുന്നത് പലപ്പോഴും നമ്മുടെ നന്മയ്ക്കാവണമെന്നില്ല, താൽക്കാലികമായ ഒരു സുഖത്തിന് വേണ്ടിയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചിന്തിക്കുന്നത് നമ്മുടെ ഒരു ഫ്യൂച്ചർ ഗോൾ സെറ്റ് ചെയ്യാനാണ്, ഒരു ബ്രോഡർ പിക്ചർ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി കണ്ടുകൊണ്ടാണ്. ആ മിക്ക പേരുടെ വാക്കുകൾ ആ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അപകടത്തിന് കാരണമായെന്ന് 13 ശേഷമുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകും. 2 ചിന്തകളാണ് ഇതുവരെ ഞാൻ പങ്കുവച്ചത്. 1, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുവാൻ, obeying the word of God. Secondly, paying more attention to the word of God. മിക്ക പേരുമല്ല, എന്നാൽ ദൈവത്തിന്റെ ശബ്ദത്തോട് കൂടുതൽ അറ്റൻറ്റീവായി കേൾക്കുവാൻ നമുക്ക് സാധ്യമാകണം. 3, balancing the tension between faith and experience will always help us to have a meaningful Christian life. Balancing the tension between faith and experience. വിശ്വാസവും അനുഭവവും തമ്മിലുള്ള ഈ ഒരു വലിയ സ്ട്രഗിളിനെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യുവാൻ തക്കണം ഇടയാകണം. 13 14 വാക്യങ്ങൾ നമ്മൾ കുറിവാക്യമായി വായിച്ചു. ആ വാക്യത്തിൽ പറയുന്നു, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ച് എന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കുരമെടുത്ത് ക്രേത്ത ദ്വീപിന്റെ മറുപറ്റി ഓടി. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായ ഈശാന മൂല നിന്ന് കൊടുങ്കാറ്റ് അടിച്ചു. ഞാൻ ജനിച്ചു വളർന്നെല്ലാം മുംബൈ കല്യാണിലാണ്. മലയാളം ഞാൻ ഇവിടെ വന്നാണ്, നാട്ടിൽ സെമിനാരിയോട് ചേർന്ന് വന്നാണ് ഞങ്ങളൊക്കെ പഠിക്കാൻ തക്കാണ് ശ്രമിച്ചത്. അപ്പോൾ ഈ ഈശാനമൂലൻ എന്ന വാക്ക് എന്നെ സംബന്ധിച്ച് ഒത്തിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു വേർഡായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ വാക്ക് കേൾക്കുന്നത് ബൈബിളിനേക്കാൾ കൂടുതലായിട്ട് അന്ന് ഞങ്ങളുടെ സെമിനാരി ക്വയർ ഒരു പാട്ട്
പഠിപ്പിച്ചു, പാടാൻ ശ്രമിച്ചു. ക്രിസ്ത്യത്തിലെ പാട്ടായിരുന്നു. മനോഹരമായ ഗാനമാണ്. ഈശാനമൂലനൂറ്റമടിക്കുന്ന ക്ലേശ സമുദ്രമാ നീയുലകം. സാധു കൊച്ചുപദേശിയുടെ പാട്ടാണ്. എന്നു നീ വന്നിടും എന്റെ പ്രിയ. അതിലൊരു സ്റ്റാൻസാണ്. അപ്പൊ ഞാൻ ഓർക്കാറുണ്ട്, പിശാചിന് കൊടുക്കുന്ന വേറൊരു പേരായിരിക്കും ഈ ഈശാനമൂലൻ എന്ന്. അതുകൊണ്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ ഇരുന്നു. എന്നാൽ ഇതിന്റെ ഒരു വേർഡ് സ്റ്റഡി നടത്തിയപ്പോഴാണ് മനസ്സിലായത്, ഈ കൊടുങ്കാറ്റിന്റെ പേരാണ് ഈശാനമൂലൻ. ഓക്കെ, നമുക്കറിയാം എല്ലാ കൊടുങ്കാറ്റിനും ഒരു പേര് കൊടുക്കാറുണ്ട് അല്ലെ. ഇപ്പൊ ഈ റീസെന്റ് 2-3 ദിവസം മുമ്പ് അടിച്ച കൊടുങ്കാറ്റിന് എന്തായിരുന്നു പേര്? ഗുലാബ് എന്നായിരുന്നു. അപ്പൊ ഇനി വരാൻ പോകുന്ന കൊടുങ്കാറ്റ് ഏത് റീജിയനിലായാലും അതിനുള്ള പേര് ഒരു 10 വർഷത്തേക്കെല്ലാം ഡിസൈഡഡ് ആണ്. നിങ്ങൾ ചിലരെങ്കിലും ഓർത്ത് കാണും, ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു റീസെന്റ് ഒരു 5 years ബാക്ക് വരെ വന്നിട്ടുള്ള മിക്ക സൈക്ലോണിന്റെ പേരും they had more inclination towards the feminine gender. അതൊരു സ്ത്രീലിംഗത്തോട് ചേർന്നുള്ള പേരുകളായിരുന്നു. ബംഗ്ലാദേശിന്റെ സൈഡിൽ അടിച്ച കൊടുങ്കാറ്റ് റീസെന്റ് ലൈല എന്നായിരുന്നു പേരിട്ടത്. അമേരിക്കൻ സൈഡിൽ വരുന്നതെല്ലാം കുറച്ചുകൂടെ പോഷ് പേരുകളാണ്, കത്രീന, അങ്ങനത്തെ ഒക്കെ പേരുകൾ. അപ്പൊ ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്, എത്ര ഒരു സെക്സിസ്റ്റ് ആയിട്ടുള്ള റിമാർക്കാണ് അല്ലെ, എത്രമാത്രം ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള പേരിന് കാരണം. ഇത് പല തിയറികളുണ്ട്. ഞാൻ ഒരു തിയറി വായിച്ചത് 18th century ഈ നോർത്ത് പോളും സൗത്ത് പോൾ റീജിയൻസിലുമായിരുന്നു ഈ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ആളുകള് ഹ്യൂജ് ഡേയ്സ് വീട്ടിൽ നിന്ന് മാറി ജോലി ചെയ്യാൻ പോകും. അങ്ങനെ പോകുമ്പോൾ അവരുടെ ആയിട്ടുള്ള ഒരു ഏലിയനേഷൻ, ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ അവർ തീർക്കുന്ന പലപ്പോഴും ഇതിന് ഈ പേരിടുമ്പോഴാണ്. അപ്പം ചിലർ അവരുടെ ഫെയിൽഡ് ലവേഴ്സിന്റെ പേരിടാറുണ്ട്, ചിലർ അവരുടെ ഭാര്യമാരുടെ പേര് വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പേരുകൾ വർഷങ്ങൾ കിടന്നു. ആ പേരുകളൊക്കെ തീർന്നു കഴിഞ്ഞ് വന്ന പുതിയ പേരുകളൊക്കെയാണ് കുറച്ചുകൂടെ ന്യൂട്രൽ ആയിട്ടുള്ളത്. നമ്മുടെ ആരും ഒന്നും അവിടെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് മലയാളി പേരുകളൊന്നും ഇന്ന് നമ്മുടെ ഒക്കെ അറിയാവുന്ന പേരുകൾ ഇന്ന് കൊടുങ്കാറ്റിന് വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ പലരുടെയും പേരുകൾ ഇന്ന് കൊടുങ്കാറ്റായിട്ട് വന്നു പോയത്. അപ്പൊ ഒരു ഈശാനമൂലൻ ഗ്രീക്കിലെ ഗേൾഫ്രണ്ടിന്റെ പേരൊന്നുമല്ല, ആരുടെ ഭാര്യയുടെ പേരൊന്നുമല്ല. എന്നാൽ അതൊരു സൗത്ത് വെസ്റ്റേൺ റീജിയൻ എന്നാണ് ഈശാനമൂലൻ. ഈ വാസ്തു ശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ പറയും വീടിന് പല മൂലകൾ ഉണ്ടെന്നാണ് പറയുന്നത്. കന്നിമൂല, അതിലെ ഒരു മൂലയുടെ പേരാണ് ഈശാനമൂല. സൗത്ത് വെസ്റ്റേൺ റീജിയൻ ഓഫ് എ പർട്ടിക്കുലർ പ്ലേസ്, ആ മൂലയുടെ പേരാണ്. ആ മൂലയിൽ നിന്ന് അടിച്ച കാറ്റാണ് ഈശാനമൂലൻ. അപ്പോൾ ഈ ഈശാനമൂലൻ എന്ന് പറയുമ്പോൾ സൗത്ത് വെസ്റ്റേൺ റീജിയനിൽ നിന്ന് സദേൺ റീജിയനിൽ നിന്ന് അടിച്ചതായിട്ടുള്ള കാറ്റ്. മറ്റ് അർത്ഥങ്ങളൊന്നും അതിനില്ല എന്നാണ് ഈയിടെ ആ ഒരു വേർഡ് സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായത്. ബട്ട് വാട്ട് ഈസ് യുണീക്ക് അബൌട്ട് ദിസ് തിങ്? എന്താണ് പ്രശ്നം? ഓർത്ത് നോക്കണം. എല്ലാം സേഫ് ആയിട്ട് പോകുന്നു എന്ന് വിചാരിച്ചു. കാരണം കാറ്റ് മന്ദമായി അടിക്കുന്നു, ഒരു പ്രശ്നവുമില്ല, കുഴപ്പമില്ല. 2021 ആവട്ടെ, റോക്കിംഗ് ഇയർ ആയിരിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ വുഹാനിൽ നിന്ന് അവിടെ ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങൾ വരുന്നു. പിന്നെ നാട്ടിൽ വരുന്നു. പിന്നെ ഒരു കുടുംബം ഇറ്റലിയിൽ നിന്ന് വന്നപ്പോൾ അവരെ നമ്മൾ എല്ലാവരും അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു. പിന്നീട് നമ്മൾ ഇന്നും എല്ലാവരും ഒരുമിച്ച് ആ കാര്യങ്ങളെല്ലാം ഓർത്ത് നിൽക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു ഈശാനമൂലൻ ഇന്ന് നമ്മുടെ ഷിപ്പിനെ ഇങ്ങനെ ആടി ഉലച്ചുകൊണ്ട് ഇരിക്കുകയാണ്. വി കോൾ ഇറ്റ് ആസ് എ പാൻഡമിക്, COVID-19. നമ്മുടെ യാഥാർത്ഥ്യം ഇന്ന് ഇതാണ്. പ്രതീക്ഷിക്കാതെയാണ് പലപ്പോഴും ലൈഫിൽ ക്രൈസിസ് ഉണ്ടാകുന്നത്. എന്നാൽ ഈ ലൈഫിൽ ക്രൈസിസ് പ്രതീക്ഷിക്കാതെ വരുമ്പോൾ നമ്മളെ വ്യത്യസ്തമാക്കുന്നത്, നമ്മൾ എന്ന് പറയുമ്പോൾ ഒരു പക്വതയുള്ള ക്രിസ്തീയ വിശ്വാസിയെ വ്യത്യസ്തമാക്കുന്നത് അവൻ എടുക്കുന്ന നിലപാടുകളുടെ ഒരു വലിയ റെസ്പോൺസിന്റെ അനലൈസിസിലാണ് ആ വ്യക്തിയെ വ്യത്യസ്തനാക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഇവിടെ അതിൽ സഞ്ചരിച്ച മിക്ക ആളുകളും, പൗലോസിന്റെ വാക്ക് കേൾക്കാത്ത മെജോറിറ്റി ആളുകളും 15ാമത്തെ വാക്കിൽ പറയുന്നുണ്ട്, കപ്പൽ കാറ്റിന്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയെന്നാ പറയുന്നത്. കൈവിട്ട് അങ്ങനെ വി വെർ വാണ്ടറിങ് എന്നാ പറയുന്നത്. ഒരു ദിശയും ഇല്ലാതെ, ഒരു ബേസും ഇല്ലാതെ, ഒരു ഫൗണ്ടേഷനും ഇല്ലാതെ ഞങ്ങൾ ഇങ്ങനെ അങ്ങ് പാറിപ്പോകുന്ന അവസ്ഥ. ഈ പാറിപ്പോകുന്ന അവസ്ഥ നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പിയർ പ്രഷറിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ചില പുതിയ ശീലങ്ങളെ നമ്മൾ ശീലിച്ചുകൊണ്ട് ചില അഡിക്ഷൻസിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ പാറിപ്പോകുന്ന അവസ്ഥയാണ്. എങ്ങോട്ട് പോകുന്നുവെന്ന് അറിയത്തില്ല, എവിടേക്ക് പോകുന്നുവെന്ന് അറിയത്തില്ല, ഒരു ദിശാബോധം ഇല്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ടുള്ള അവസ്ഥ വളരെ വളരെ അപകടമാണ്. വളരെ അപകടകരമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാകുന്നു, നിന്റെ ജീവിത നൗക പ്രതീക്ഷിക്കാത്ത ഈശാനമൂലനും വന്നുകൊണ്ട് അടിച്ചു വീണാൽ പോലും നീ പറന്നു പോകാതെ, തകർന്നു പോകാതെ നിനക്ക് ഉറപ്പുള്ളവനായി നിൽക്കണമെങ്കിൽ നിന്റെ അടിസ്ഥാനം കുറച്ചുകൂടി ഉറപ്പുള്ളതാകണം. നിന്റെ ഫൗണ്ടേഷൻ കുറച്ചുകൂടി ഡെപ്ത് ഉള്ളതാകണം. ഇവിടെ പൗലോസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഭയന്ന്, പ്രാണന് വേണ്ടി ഭയന്ന് നിൽക്കുകയായിരുന്നു എന്ന് പിന്നീടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക്
മനസ്സിലാക്കുവാൻ തക്കോണം ഇടയാകും. നമ്മുടെ ജീവിതം പാറിപ്പോയ ജീവിതം പോലെയാണ്. ആർ വി ലിവിങ് എ വെരി ലൂസ് ലൈഫ്? ഒരു വാൻഡറിങ് അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ നിൽക്കുന്നത്. 23-ാം സങ്കീർത്തനത്തിലെ മനോഹരമായ ഒരു വാക്യമാണ്, എന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. He anoints me with his holy oil. പല വ്യാഖ്യാനങ്ങളുണ്ട് ആ വാക്യത്തിന്. ഈ അടുത്തിടെ വായിച്ച ഒരു വ്യാഖ്യാനമാണ്, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് അനോയിന്റിങ്, റോയൽ അനോയിന്റേഷൻ മാത്രമല്ല, അതൊരു സിംഹാസനം നൽകുന്ന ഒരു അർത്ഥം മാത്രമല്ല. അന്നത്തെ ഒരു പശ്ചാത്തലം പഠിക്കുമ്പോൾ പറയുന്നത്, ഒത്തിരി ആടുകൾ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ ചില ആടുകൾക്ക് ഉണ്ടാകുന്ന അസുഖമായിരുന്നു തലയിൽ പെയിൻ പോലെ ചില ഗ്രോത്ത് അല്ലെങ്കിൽ ചില ഫംഗസ് വളർന്ന് നിൽക്കാൻ തക്കവണ്ണമുള്ള സാധ്യത. അങ്ങനെ വരുമ്പോൾ നല്ല ഒരു ഇടയൻ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഇടയൻ അല്ലെങ്കിൽ സംഭവിക്കുന്നത്, ഈ ആടുകളുടെ അവസ്ഥ അറിയാത്ത ഇടയനാണെങ്കിൽ ഇതിലെ ചില ആടുകൾ ഇതിന്റെ ഒരു പരിഹാരമായി കാണുന്നത് നല്ല കരിങ്കല്ല് നോക്കി അവരവരുടെ തല ഉച്ചി അവിടെ പോയി ഇടിച്ച് ആ ഒരു ജന്തുക്കളെ ഒക്കെ കൊല്ലുവാൻ തക്കവണ്ണം അവരെ തന്നെ ഹാം ഉണ്ടാക്കാറുണ്ട്. ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടി ഇങ്ങനെ ഇടിക്കുന്നതായിട്ടുള്ള പതിവുണ്ട്. പല ആടുകളും അവരുടെ ബ്ലഡ് ലോസ് മൂലം ചത്തുപോകാറുണ്ടെന്നൊക്കെ എവിടെയോ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു നല്ല ഇടയൻ ചെയ്യുന്ന കാര്യമാണ് അങ്ങനെയുള്ള ആടുകളെ കണ്ടുപിടിച്ച് തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥ. എനിക്ക് ഒത്തിരി എൻലൈറ്റനിങ് ആയി തോന്നി ആ ഒരു ഇമേജറി. ഓർത്ത് നോക്കുക, എന്റെ ദൈവം ഒരു നല്ല ഇടയനെ പോലെ ഞാൻ എന്റെ വർക്കിന്റെ അറ്റ്മോസ്റ്റ് പ്രഷറിൽ നിൽക്കുമ്പോഴും എന്റെ ലൈഫ് പാറിപ്പോകാതെ പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണം തന്റെ കൈകൾ ഉപയോഗിച്ച് എണ്ണ കൊണ്ട് തലയെ അഭിഷേകം ചെയ്ത് എന്നോട് പറയുകയാണ്, മോനെ, ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ ലൈഫ്, there is still a better goal which I have set for you. എന്റെ ലൈഫ് ഞാൻ ചിലപ്പോൾ ഒരു മദ്യപാനം അല്ലെങ്കിൽ ചില അഡിക്ഷൻസ് കാരണം ഇനി തീർന്നു, ഇനി എനിക്ക് ഒന്നുമില്ല, ഒരു ഗോളുമില്ല, ഒരു ദിശയുമില്ല എന്ന് പറഞ്ഞ് പാറിപ്പോയ അവസ്ഥ പോലെ നിൽക്കുമ്പോൾ ദൈവം പറയുക, there is still a chance for you. ഞാനൊരു നല്ല ഇടയനാണ്, എന്റെ കൈവശം എണ്ണയുണ്ട്, എന്റെ തലയെ ഞാൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് നിന്റെ ജീവന് ഒരു പുതിയ ജീവിതം നൽകുവാൻ തക്കവണ്ണം സാധ്യമാകും. എപ്പോഴാണ് സാധ്യമാകുന്നത്? നമ്മുടെ ലൈഫിൽ ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കണം. കോവിഡ് തന്ന ഏറ്റവും വലിയ ഒരു പാഠമാണ് സഫറിങ് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പലപ്പോഴും സഫറിങ്ങിനെ ചിലർക്കുണ്ടാകുന്ന അവസ്ഥ മാത്രമായി കണ്ടപ്പോൾ ഇന്ന് അതൊരു വലിയ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു പദമായി മാറി. അങ്ങനെ സഫറിങ് ഒരു റിയാലിറ്റി ആണെന്ന് പണ്ടും ബൈബിളിലുണ്ട്, എന്നാൽ ഇന്ന് കുറച്ചുകൂടി ആഴമായി പഠിക്കുവാൻ നമുക്ക് സാധിക്കും. ദ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ എന്നതായിട്ടുള്ള പുസ്തകം, മൂവിയൊക്കെ കണ്ടുള്ളവർക്കറിയാം. C.S. ലൂയിസ് എന്ന പേരുള്ള അപ്പോളജിസ്റ്റ് എഴുതിയ പുസ്തകമാണ്. He was a fiction writer. At the same time, he was a very, very famous apologist, a defender of faith. അദ്ദേഹത്തിന്റെ ഫേമസ് വർക്കുകളെല്ലാം പെയിനും സഫറിങ്ങിനെ പറ്റിയാണ്. അറ്റ് ദ സെയിം ടൈം ഫിക്ഷൻ ആയ നാർണിയയുടെ ക്രോണിക്കിൾസും ഒക്കെയും എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം ലെക്ചർ എടുത്തത് ഈ പെയിനിനെ പറ്റിയാണ്. വളരെ മനോഹരമായ ക്ലാസ്സുകളൊക്കെ എടുത്തു. എന്നാൽ പിറ്റേ ആഴ്ച അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി. ഭാര്യ മരിച്ചുപോയ ഈ അനുഭവത്തെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പെയിനിന്റെ തിയറിയെ പറ്റി അദ്ദേഹം പുസ്തകം എഴുതി, ക്ലാസ് എടുത്തു, എന്നെ പോലെ പ്രസംഗിച്ചു. പക്ഷേ ലൈഫിൽ പ്രതീക്ഷിക്കാതെ ഒരു പെയിനും സഫറിങ്ങും വന്നപ്പോൾ അതിനോട് തന്റെ ഫെയ്ത്തിനെ ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ സാധ്യമായില്ല. ഹി സെഡ്, ഐ ആം ഗോയിങ് അവേ ഫ്രം യു ഗോഡ്. അന്ന് പുള്ളി പറഞ്ഞതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, എക്സ്പീരിയൻസ് ഇസ് എ ബ്രൂട്ടൽ ടീച്ചർ. അനുഭവം വളരെ ക്രൂരനായ ഒരു അധ്യാപകനാണ്. എക്സ്പീരിയൻസ് ഇസ് എ ബ്രൂട്ടൽ ടീച്ചർ. പിന്നീട് അദ്ദേഹം തന്റെ വിശ്വാസത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി എന്നാണ് പഠനങ്ങളൊക്കെയും പറഞ്ഞ് പിന്നീട് വന്ന പുസ്തകങ്ങളൊക്കെയും അതിന് നല്ല സാക്ഷ്യമാണ്. ശരിയല്ലേ? ഇന്നലെ വരെ ഞാൻ പ്രസംഗിച്ച എന്റെ കർത്താവിനെ പറ്റി, വിശ്വാസത്തെ പറ്റി ഞാൻ പറയുന്നു. എന്നാൽ പ്രതീക്ഷിക്കാതെ ഈശാനം മുഴുവൻ അടിച്ച് എനിക്കൊരു പെയിൻ സഫറിങ് ഉണ്ടാകുമ്പോൾ എന്റെ വിശ്വാസവും ഈ അനുഭവവും ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. The best example is about a rubber band. Faith and experience are the two ends of a rubber band. When does a rubber band become functional? ചുമ്മാതിട്ടാൽ ലൂസ് ആയിട്ട് നിൽക്കും, ഒത്തിരി ടൈറ്റ് ആയിട്ട് പിടിച്ചാൽ പൊട്ടിപ്പോകും. ഒരു പെർഫെക്റ്റ് amount of ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ പിടിച്ചാൽ മാത്രമേ ഈ റബ്ബർ ബാൻഡ് ഫങ്ഷണൽ ആവത്തുള്ളൂ, യൂസ്ഫുൾ ആവത്തുള്ളൂ. Your faith and your experience should be balanced amidst this tension. ആ ടെൻഷൻ ബിൽഡപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് ഫങ്ഷണലും യൂസ്ഫുള്ളുമായി തീരത്തുള്ളൂ. ചില എക്സ്പീരിയൻസസ് നമ്മളെ കുറച്ചുകൂടി ആഴമായ ഫെയ്ത്ത് സീക്ക് ചെയ്യുന്നുണ്ട്. ചില ഫെയ്ത്ത് എക്സ്പീരിയൻസസ് നമ്മളെ മറ്റിടങ്ങളിൽ കുറച്ചുകൂടി പെർഫോം ചെയ്യുവാൻ, വിറ്റ്നസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഇതിന്റെ ബാലൻസ് പഠിച്ചവനാണ്
തീർച്ചയായിട്ടും പക്വതയോടെ പറയാൻ സാധിക്കുന്നത് എന്റെ കർത്താവ് അവൻ ജീവിക്കുന്നു. ഇനി എത്ര പ്രയാസങ്ങൾ വന്നാലും എനിക്കത് പറയുവാൻ തക്കോണം ഇടയാകും. പല പല ഉപായങ്ങൾ, ഞാൻ വാക്കുകൾ നിർത്തുവാണ്. പല ഉപായങ്ങൾ ഈ കപ്പലിലെ ആളുകൾ ശ്രമിച്ചു ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി. ദേ സ്റ്റാർട്ടഡ് ത്രോയിങ് അവേ ദർ കാർഗോ. ബട്ട് അൾട്ടിമേറ്റ്ലി അവർക്ക് ലഭ്യമായതായിട്ടുള്ള ഒരു ഉറപ്പ് അത് 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ്. 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 23-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരിയുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആരാ ഇത് പറയുന്നത്? പൗലോസ് സ്ലീഹ. ക്രിസ്ത്യാനികളെ, ക്രിസ്തീയ വിശ്വാസികളെ കൊല്ലുവാൻ വേണ്ടി പുറപ്പെട്ടതായിട്ടുള്ള 9-ാമത്തെ അധ്യായത്തിലെ പൗലോസ് സ്ലീഹ പറയുന്ന സാക്ഷ്യമാണ്, ഡോണ്ട് ബി അഫ്രേഡ്. എന്റെ യജമാനനും ഞാൻ സേവിക്കുന്നതിനുമായ എന്റെ കർത്താവ് പറയുകയാണ്, ഈ രാത്രിയിൽ ആരുടെ ജീവനും പോവുകയില്ല. പ്രതീക്ഷിക്കാതെ നാളെ ഇതിലും വലിയ കൊടുങ്കാറ്റടിച്ചാലും ദൈവം തരുന്ന ഉറപ്പുണ്ട്, നീ പാറിപ്പോയാലും തകർന്നു പോവുകയില്ല. പൗലോസിന്റെ ലൈഫിലെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു വിറ്റ്നസ് ആണ് 27th ചാപ്റ്റർ. ദൈവം നമ്മളെ പല രീതിയിൽ വിളിക്കാറുണ്ട്. ചിലരെ ദൈവം വിളിക്കുന്നത് ഒന്ന് കുതിരപ്പുറത്തു നിന്ന് താഴെ തള്ളിയിട്ടിട്ടാണ്. ചിലരെ ദൈവം വിളിക്കുന്നത് രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴാണ്. പല വ്യത്യസ്തമായ രീതിയുണ്ട്. ഞാനിത് എക്സാമ്പിൾ പറഞ്ഞത് 9-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ നമ്മൾ വായിക്കണം. 2 ശിഷ്യന്മാര് ദൈവം വിളിക്കുന്നുണ്ട്. ഒന്ന് പൗലോസ്, 2 അനന്യാസ്. എങ്ങനെയാ പൗലോസിനെ വിളിച്ചത്? എക്സ്ട്രാ ഓർഡിനറി ഇവന്റ് ആയിരുന്നു. കുതിരപ്പുറത്ത് പോകുന്നു, വലിയ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നു, കണ്ണ് അന്ധമാകുന്നു, താഴെ വീഴുന്നു, ദൈവം ഒരു പാഠം പഠിപ്പിക്കുന്നു, തിരിച്ചു വരുന്നു. തൊട്ട് താഴെ 9-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോൾ ചെവിയിൽ മോനെ എന്ന് വിളിക്കുന്ന പോലെ വിളിച്ചു. അനന്യാസ് ആ വിളി കേട്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ദൈവം അനന്യാസിനെ വിളിച്ച രീതിയാണ്. കാരണം അത് ഒരു ദിവസം കൊണ്ട് സാധ്യമാകുന്നതല്ല, അതൊരു നിരന്തരമായ കമ്മ്യൂണിയന്റെ അടയാളമാണ്. പൗലോസിന് അത് ലഭിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ 9-ാമത്തെ അധ്യായം കഴിഞ്ഞു, 10, 11, 20, 27-ാമത്തെ അധ്യായം വരുമ്പോൾ ദൈവത്തിന് പൗലോസിനോട് സംസാരിക്കുവാൻ തക്കവണ്ണം കപ്പലിന്റെ വെളിയിലോട്ട് ഇടേണ്ട ആവശ്യമില്ല. എന്നാൽ രാത്രി ദർശനത്തിൽ പറഞ്ഞാൽ മതി, പൗലോസെ ഭയപ്പെടേണ്ട. ഈ ഒരു സ്ട്രഗിൾ, ഈ ഒരു ട്രാൻസിഷൻ ആണ് ഒരു വ്യക്തിയെ മെച്ചോർഡ് ഇൻഡിവിജ്വൽ ആയി മാറ്റുന്നത്. God calling you in your daily encounters, not just through extraordinary means, but having a daily encounter with God. My dear friends, put God first in everything. ഇത് എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല, ഡെൻസിൽ വാഷിംഗ്ടൺ പറഞ്ഞാണ്, put God first in everything. ചില ശീലങ്ങൾ നമുക്കും ശീലിക്കാം അർത്ഥവത്തായ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി. 1, ദൈവത്തിന്റെ വചനം അനുസരിക്കാം. 2, ദൈവത്തിന്റെ ശബ്ദത്തെ കൂടുതൽ ശ്രദ്ധയോടെ പാലിക്കാൻ തക്കവണ്ണം ശ്രമിക്കാം. മറ്റുള്ളവർ പറയുന്ന മിക്ക പേരും മെജോറിറ്റി പറയുന്ന ഒപ്പീനിയൻ മാത്രമല്ല, എന്നാൽ ദൈവത്തിന്റെ മാത്രം ഒപ്പീനിയൻ നമുക്ക് സീക്ക് ചെയ്യാം. 3-മതായി ഒരു ബാലൻസ് നമുക്ക് നിർമ്മിക്കാം. എന്റെ എക്സ്പീരിയൻസും എന്റെ ഫെയ്ത്തും നാളെ എത്ര വ്യത്യസ്തമായാലും എത്ര ഭീകരമായാലും ഒരു ഉറപ്പോടുകൂടി പറയാൻ സാധ്യമാകണം, ഐ ആം വിത്ത് മൈ ഗോഡ്. എന്റെ ഷിപ്പ് എത്ര പാറിപ്പോയാലും എന്റെ അൾട്ടിമേറ്റ് ട്രസ്റ്റ് കർത്താവിലാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ വർഷം പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസവും പക്വതയോടെ മുന്നേറുവാൻ ഇടയാകണം. ദൈവം നമ്മളെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച അറിവിൽ നിന്നും മുതിർന്നവരായി തീരുമ്പോൾ ദൈവവുമായിട്ടുള്ള വിശ്വാസത്തിലും ആ ഒരു വലിയ പക്വത ഉണ്ടാകും. ആ ബന്ധത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകണം. അനന്യാസിനെ പോലെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ദൈവം വിളിക്കാൻ തക്കോണമുള്ള ഒരു ബന്ധം സ്ഥാപിക്കുവാൻ തക്കോണം ഇടയാകും. ആൻഡ് ദാറ്റ് ഈസ് പോസിബിൾ ത്രൂ അവർ ഡെയിലി ആക്ടിവിറ്റീസ്. ഒരു ചിന്തകൻ, എനിക്ക് ഡെൻസിൽ വാഷിംഗ്ടന്റെ ആ ഒരു മോട്ടിവേഷണൽ സ്പീച്ചിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ ചെരുപ്പ് നിങ്ങൾ കട്ടിലിന്റെ അടിയിൽ വെച്ചിട്ട് ഉറങ്ങണം. ഓക്കെ, കാരണം രാവിലെ ആകുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ചെരുപ്പ് എടുക്കുവാൻ തക്കണം നിങ്ങൾ മുട്ടുകുത്തുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും, യു ഹാവ് ടു ബിഗിൻ യുവർ ഡേ വിത്ത് എ വേർഡ് ഓഫ് പ്രയർ. നമ്മൾ ചെരുപ്പ് വെക്കേണ്ട, മൊബൈൽ ഫോൺ വെച്ചാൽ മതി. ഉറപ്പായിട്ട് എല്ലാവരും മുട്ടുകുത്തിയിരിക്കും. അപ്പോൾ മുട്ടുകുത്തിയല്ല, കിടന്നാണെങ്കിൽ നമ്മൾ എടുക്കാൻ പോകും. അങ്ങനെ എടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു റിമൈൻഡർ കിട്ടും, ഓ മൈ ഡിയർ ഗോഡ്, ഐ നീഡ് ടു ബിഗിൻ മൈ ദിസ് ബ്യൂട്ടിഫുൾ ഡേ വിത്ത് എ ഷോർട്ട് വേർഡ് ഓഫ് പ്രയർ. നീൽ ഡൗൺ ആൻഡ് ലെറ്റ്സ് പ്രേ ആൻഡ് സേ ലോർഡ് ഗൈഡ് മീ. നാളെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഇന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത ഈശാന മൂലനോ ഏത് മൂലയെന്നും ആര് വന്ന് കൊടുങ്കാറ്റായി അടിച്ചാലും കർത്താവെ പാറിപ്പോകാതെ പിടിച്ചു നിൽക്കുവാൻ തക്കണം നീ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ
ആ ഒരു വലിയ ജേർണി നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടെ മീനിങ് ഫുൾ ആക്കും. മണി മാത്രമാവത്തില്ല നമ്മുടെ ഗോൾ. കുറച്ചുകൂടി അർത്ഥവത്തായ തീരുമാനങ്ങൾ എടുക്കുവാനും മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകും. അറിയാവുന്ന ഒരു ഗീതത്തിന്റെ 4 വരി പാടിക്കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. കൊടുങ്കാറ്റും തിരമാലയും പടകിൽ വന്നാഞ്ഞടിക്കും, കൊടും കാറ്റും തിരമാലയും പടകിൽ വന്നാഞ്ഞടിക്കും, കൈവിടില്ലൻ കർത്തനെന്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കും, സാധുവനെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. കൊടുങ്കാറ്റും തിരമാലകളും വന്നാഞ്ഞടിച്ചാലും കർത്താവ് കൈവിടുകയില്ല. ആ കൈവിടാത്ത നാഥന്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. അതിന് സർവശക്തനായ ദൈവം നിങ്ങൾ എല്ലാവരും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരുള്ള നന്ദി, സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു അച്ഛൻ. അർത്ഥവത്തായ ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് അച്ഛന്റെ മെസ്സേജിലൂടെ വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ ദൈവവചനത്തെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നയിക്കാൻ സാധിക്കണമെന്ന് അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു. ദൈവത്തിന്റെ ശബ്ദത്തിൽ കൂടുതൽ ശ്രദ്ധ ആയിരിക്കണമെന്ന് അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു. വിശ്വാസവും അനുഭവവും തമ്മിലുള്ള ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അച്ഛനോട് സംസാരിക്കണം. അടുത്തതായിട്ട് നമ്മൾ പ്രാർത്ഥന നയിക്കാനായിട്ട് തോന്നുന്നു. ജോബിൻ കേട്ടില്ല, ക്ലിയർ അല്ലായിരുന്നു. എന്തോ ജോയൽ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഇടവാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥപിതാവേ, ഈ സന്ധ്യയുടെ യാമങ്ങളിൽ ഞങ്ങൾക്ക് കൺവെൻഷനായി ഒത്തുകൂടുവാൻ തന്ന സ്വർഗ്ഗീയ സ്തോത്രം കർത്താവേ. കോവിഡിന്റെ മഹാമാരിയിൽ ഞങ്ങൾ വലയുമ്പോഴും നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങൾക്ക് സുഖകരമായി ജീവിക്കാനൊക്കെയും സഹായിച്ചെന്നാൽ സ്തോത്രം കർത്താവേ. സൂമിലൂടെയാണെങ്കിലും നിന്റെ വചനം കേൾക്കുവാനും ഒക്കെയും സഹായിച്ചെന്നാൽ സ്തോത്രം. ഈ കൺവെൻഷന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നവരോടൊക്കെയും കൂടിയിരിക്കുന്നു. അച്ഛന്മാർക്കൊക്കെയും വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെയും ശുശ്രൂഷയും പരിമിതമായി തീരുവാൻ സഹായിക്കുന്നു കർത്താവേ. വചനങ്ങളനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ദൈവത്തിന്റെ പക്ഷത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനൊക്കെ സഹായിക്കണമേ. മറ്റുള്ളവരുടെ വാക്കുകളല്ല, ദൈവവാക്കുകൾ കേട്ട് ദൈവത്തിന്റെ അനുസരണമുള്ള കുഞ്ഞുങ്ങളായി ജീവിക്കാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഇനിയും കൂടി വരുവോളം ഞങ്ങളെ നിന്റെ കൃപയാൽ പൊതിഞ്ഞുകൊള്ളണമേ. ചോദിച്ച് നമ്മൾ കൊണ്ട് കൂടിയിരിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Now let me call upon Jedin Jebi Matthew, our secretary, to express the vote of thanks. Good evening, everyone. Devanathan Mahatma Undavate. As we are coming to the end of the first convention meeting of 2021, I would like to thank God for helping us gather here through online platform, even during this COVID pandemic. May we be able to put God first in our prayers. First of all, I would like to thank our speaker, Reverend Thomas Renu Verghese. Thank you, Achin, for delivering a wonderful and powerful message, for imparting your ideas, and also for joining us amidst your busy schedule. Thank you, Achin. I would like to thank our Vicar, Reverend Dr. Sabu Philip, for his unconditional support and for his ideas to develop our Yuvajana Sakhim. I would like to also thank our Yuvajana Sakhim President, Achin, Reverend Skaria John, who leads us and gives us proper guidance and for each and every situation. Thank you, Achin. I would like to thank our Center Youth Chaplain, Reverend Rona Korachin, for his explicit support from Yuvajana Sakhim Ernakulam Center. Thank you, Achin. I would like to thank Mr. Jobin Jose for comparing the entire program today. Thank you to our singers for today, Mr. Vishal Verghese, Mr. Vivek Matthew, Miss Anne Alice Phillip, Miss Shreyasi Sam, and Miss Amita David. Also, thanks to Mr. Sonu Shaji for reading today's Bible portion, and thanks to Mr. Abhay Thomas Joseph for the intercessory prayer. I would like to also thank our Edavaga Secretary, Mr. Shibuji Aip, and all office bearers of our parish and our Yuvajana Sakhim for their cooperation in making this youth convention possible. Last but not the least, I would like to thank each and everyone present here. Thank you, everyone, for joining. Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും നിങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടം രക്ഷിച്ചുകൊള്ളണമേ. എന്നോടുന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകപുത്രന്റെ കൃപ, പരിശുദ്ധ റുഹായുടെ സംബന്ധ സഹവാസം നമ്മെല്ലാവരോട് കൂടെയും, പ്രത്യേകിച്ച് നമ്മ പ്രാർത്ഥന കാര്യങ്ങളോട് കൂടെയും നാം കേട്ട വചനങ്ങളോട് കൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Thank you, Achan. Thank you, Achan. Achan. Thank you for the powerful message. God bless. Thank you, Rona Achan. Thank you, Achan. എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു.